സാധിക്കുന്നത് ഫിജി. മറ്റൊന്ന് രമ്യ ഹരിദാസിന്റെ കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധി ടാലന്റ് ഹണ്ടിലൂടെ കൊണ്ടുവന്ന ഒരു കാൻഡിഡേറ്റ് ആണ് രമ്യ ഹരിദാസ്. എന്തായാലും ആ ടാലന്റ് ഇത്തവണ ഫലിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ രാധാകൃഷ്ണനാണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജനപ്രീതി തന്നെയാണ് ആലത്തൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിജി. ഇതൊക്കെയാണ് നമ്മൾ ഓരോ മണിക്കൂർ കഴിയും തോറും ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്നത് പോലെയാണ്. അത് ട്വിസ്റ്റോട് ട്വിസ്റ്റ് തന്നെയാണ് ഓരോ നിമിഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് ഫിജിയോട് ചോദിക്കാനുള്ളത്, ഫിജി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലും റായ്ബറേലിയിലും ഒരുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും തെരഞ്ഞെടുക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി? തീർച്ചയായും രണ്ടിടത്തും രാഹുൽ ഗാന്ധിയുടെ വിജയം നമ്മൾ കാണേണ്ടതുണ്ട്. റായ്ബറേലിയിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ തന്നെയല്ലേ മുന്നിൽ നിൽക്കുന്നത്? തീർച്ചയായും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ മുന്നിൽ നിൽക്കുന്നു. തൃശ്ശൂർ മുന്നിൽ നിൽക്കുകയാണ്. സാധ്യതകൾ അനുസരിച്ച് എന്തുകൊണ്ട് വയനാട്ടിൽ വിജയം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ്. പക്ഷേ വയനാട് എടുക്കുമോ റായ്ബറേലി എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം രാജ്യത്തുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ വയനാടിലെ വോട്ടെടുപ്പും കഴിഞ്ഞ ശേഷമാണ് റായ്ബറേലിയിലേക്ക് പത്രിക നൽകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പത്രിക നൽകുന്നത്. തീർച്ചയായും അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്, തീർച്ചയായും രാജ്യത്ത് റായ്ബറേലി പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ വോട്ടെടുപ്പിൽ നിന്ന് വിജയിക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം രാജ്യം മുഴുവൻ എത്തിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമിയിൽ അത്തരത്തിൽ ഒരു പ്രഭാവം എത്തിക്കാൻ കഴിയും. ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് അത് കരുത്തു പകരും എന്നുള്ള വിലയിരുത്തൽ തന്നെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണയും നിന്ന് മത്സരിച്ചാണ്. ഇനി രണ്ടിടത്തും വിജയിച്ചാൽ ഒരു പക്ഷേ, എൻ്റെ ഒരു ഊഹമാണ്, എൻ്റെ മാത്രം ഊഹമാണ്, വയനാട് അദ്ദേഹം ഒഴിവാക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. നമ്മൾ ചിലരൊക്കെ പറയുന്നു അപ്പോൾ വയനാട് എന്ത് ചെയ്യും എന്ന് ചോദിക്കും. വയനാട്ടിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തിക്കും എന്നുള്ളതാണ് ചിലരൊക്കെ അടക്കം പറയുന്നത്. ഇതൊക്കെ ശരിയാവുമോ എന്നറിയില്ല ഭദ്ര. എന്തായാലും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. അതെ, തീർച്ചയായും ഫിജി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് പ്രിയങ്ക നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം അമേഠിയിലടക്കം പ്രിയങ്കയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നതെങ്കിലും നിൽക്കാനുള്ള ഒരു സാഹചര്യം കുറവല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കാണണം. അതിൽ തന്നെ ഇപ്പോൾ പ്രിയങ്കയുടെ ഭർത്താവ് തന്നെ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ള ചില സൂചനകളും അത്തരത്തിലുള്ള കഥകളും ഒക്കെ വന്നിരുന്നു. എന്തായാലും നമുക്ക് ഭദ്ര ഏറ്റവും ഒടുവിലത്തെ നിലയിൽ നിന്ന് പരിശോധിക്കാം. ഇന്ത്യയെ 310 എന്നതിൽ നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണി 210 എന്നതിൽ നിൽക്കുന്നു. അങ്ങനെ പഴയ SSLCയുടെ വിജയ മാർക്ക് പോലെയാണ് 210. ഇന്ത്യ മുന്നണി 266 എത്തിയിരിക്കുന്നു. വലിയ ഉയർച്ച കാണാൻ കഴിയുന്നുണ്ട്. NDA 288. ആ നില ഉയരുന്നുണ്ട് കേട്ടോ. ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മൾ സ്ക്രീനിൽ കണ്ട് ബോധ്യമാക്കിയ കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മുന്നണി കൈവിട്ടു പോയിട്ടില്ല. അവർ ചില സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. അവർ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. അവരുടെ പെട്ടികളിൽ